ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബാത്റൂമിൻ്റെ അകത്ത് പൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെവലല്ല, അല്ലെങ്കിൽ ഒരേ ലെവലിലല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഫിറ്റിങ്സ് കാര്യങ്ങൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് പൈപ്പിൽ കയറി ഹോള് വരുന്നതും അതിനൊരു ലീക്ക് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല, നമ്മൾ ബാത്റൂമിൻ്റെ കറക്റ്റായിട്ട് ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്യുക. ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്യുന്നത് നേരെ റൂമിൽ നിന്നും 2 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മുടെ ബാത്റൂം സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലോർ ലെവൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ബെൽറ്റ് ഉണ്ടാവും, അതായത് റൂമിൻ്റെ ബെൽറ്റ് ഉണ്ടാവും. ഈ ബെൽറ്റിൽ നിന്നും 2 ഇഞ്ച് താത്തി, അതായത് ബെൽറ്റിൻ്റെ മുകളിലേക്ക് 2 ഇഞ്ച് പൊങ്ങിയായിരിക്കും നമ്മുടെ റൂമിൻ്റെ ഹൈറ്റ് വരുന്നത്. അതായത് ബെൽറ്റിൽ നിന്നും 2 ഇഞ്ച് പൊങ്ങി നമ്മുടെ ടൈലിൻ്റെ ഫിനിഷിങ് വരും. അപ്പോൾ ബെൽറ്റിൻ്റെ സെയിം ലെവലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിങ് ലെവൽ വരുന്നത്. ആ ലെവൽ നമ്മൾ ബാത്റൂമിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും 1 അടി 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഈ പറയുന്ന പൈപ്പ് നമ്മൾ വെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആ ലെയറിലായിരിക്കും പൈപ്പ് വരുന്നത്. അതായത് നമ്മൾ ഫ്ലോർ ലെവൽ കറക്റ്റ് മാർക്ക് ചെയ്തു, അതിൽ നിന്നും 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഒരേ ലെവലിൽ പൈപ്പ് കാര്യങ്ങൾ വെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഏരിയകളിൽ പൈപ്പ് ഉണ്ട് എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഫിനിഷിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ലെവൽ പോലും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ലെവലിൽ 1 അടി ഹൈറ്റിൽ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ പൈപ്പ് പോകുന്നുണ്ടെന്ന് നമ്മൾ എല്ലാ ബാത്റൂമും, ഏത് വീട്ടിലെ ബാത്റൂമുകളിലാണെങ്കിലും ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഡ്രില്ല് ചെയ്ത് അതിലേക്ക് ഫിഷർ ചെയ്യോ കാര്യങ്ങളോ ഉള്ള ആ കംപ്ലൈൻറ്റ് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കംപ്ലൈൻറ്റുകൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡ്രില്ല് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഡ്രില്ലിൻ്റെ ബിറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈൽ അത്രയും പൊട്ടിച്ച് മാറ്റേണ്ടി വരും. അതുമാത്രമല്ല പൈപ്പ് കാര്യങ്ങൾ മാറ്റേണ്ടി വരും, ഒരുപാട് എക്സ്പെൻസ് നഷ്ടം വരും. അതുമാത്രമല്ല ഇപ്പോൾ ചില ടൈലുകളാണെങ്കിൽ ചിലപ്പോൾ ആ മോഡൽ പോലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു നഷ്ടമായിരിക്കും സംഭവിക്കുക. അപ്പോൾ എല്ലാ ബാത്റൂമുകളിലും ഒരു സ്റ്റാൻഡേർഡ് ലെവൽ കീപ്പ് ചെയ്ത് നമ്മൾ പ്ലംബിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ചെയ്യുക ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.